കളേഴ്സ് സാദി അല്ലെങ്കിൽ സാദി റെഡ്ഡി. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കുറച്ച് അധികം വർഷങ്ങളായി ഈ രണ്ട് പേരുകളാണ് നടി അറിയപ്പെടുന്നിരുന്നത്. തെലുങ്ക് സിനിമാ പ്രേമികളാണ് താരത്തെ കളേഴ്സ് സാദി എന്ന് വിളിക്കുന്നത്. മലയാളികൾക്കും തമിഴർക്കും താരം സാദി റെഡ്ഡിയാണ്. തെന്നിന്ത്യയിലെ വിവിധ ഭാഷകളിൽ അഭിനയിച്ച് നിരവധി ഹിറ്റുകൾക്ക് ഭാഗമായ സാദി റെഡ്ഡിക്ക് മലയാളത്തിൽ ആരാധകർ ഉണ്ടായത് ഫഹദ് ഫാസിൽ സിനിമയായ ആമേനിലും നോർത്ത് 24 കാതത്തിലും നായികാവേഷം ചെയ്തതിനു ശേഷമാണ്. 39-കാരിയായ താരത്തിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നതും ചർച്ചയാകുന്നതും. താരം വീണ്ടും വിവാഹിതയായിരിക്കുന്നു. ഹിച്ച്ഡ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് വിവാഹ ചിത്രങ്ങൾ നടി പങ്കുവച്ചത്. ഇന്നായിരുന്നു വിവാഹം. ഹോമകുണ്ഡത്തിന് അരികിൽ ഇരുന്ന് പങ്കാളിക്കൊപ്പം പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന താരത്തെ കാണാനാകും. എന്നാൽ ഇരുവരുടെയും ലുക്കും ഫേസും റിവീൽ ചെയ്യാനുള്ള ഫോട്ടോകൾ ഒന്നും സാദി പങ്കിട്ടിട്ടുമില്ല. പക്ഷേ വരനെ പോസ്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. സിനിമാ ലോകത്ത് നിന്ന് തന്നെയാണ് സാദിയുടെ വരൻ. തെലുങ്ക് സിനിമയിൽ സജീവമായി നിൽക്കുന്ന സംവിധായകൻ ശ്രീകാന്ത് നഗോത്തിയാണ് വരൻ. 2020 പുറത്തിറങ്ങിയ ഭാനുമതി ആൻഡ് രാമകൃഷ്ണ, 2023 പുറത്തിറങ്ങിയ മന്ത് ഓഫ് ദ മധു എന്നിവയാണ് ശ്രീകാന്ത് സംവിധാനം ചെയ്ത പ്രധാന സിനിമകൾ. സംവിധായകൻ മാത്രമല്ല, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, ഗാനരചയിതാവ് എന്നീ നിലകളിലും പ്രശസ്തനാണ് അദ്ദേഹം. ഹാൻഡ് പിക്ക്ഡ് സ്റ്റോറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബാനറിൽ അദ്ദേഹം 2 ചിത്രങ്ങളുടെ സഹനിർമ്മാതാവുമാണ്. മന്ത് ഓഫ് മധുവിൽ നായികയായ സാദി തന്നെയായിരുന്നു. ആ ചിത്രത്തിലെ ഹിറ്റായ ഓ മധു എന്ന ഗാനത്തിന്റെ വരികളാണ് ശ്രീകാന്ത് എഴുതിയത്. ആരാധകരും സഹപ്രവർത്തകരും താരങ്ങളുമെല്ലാം ഇരുവർക്കും ആശംസകൾ നേർന്നു. അതേസമയം താരം എപ്പോഴാണ് വിവാഹമോചിതയായെന്നെ സംബന്ധിച്ചുള്ള ചർച്ചകളും ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ട്. നടിയുടെ ആദ്യ വിവാഹം മലയാളിയും പൈലറ്റുമായ വികാസ് വാസുവുമായിട്ടായിരുന്നു. ദീർഘകാലങ്ങളിലായ സൗഹൃദം വിവാഹത്തിൽ എത്തുകയായിരുന്നു. ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. വിവാഹശേഷം സാദി അഭിനയം തുടർന്നു. പിന്നീട് 2020 ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ നടി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നീക്കം ചെയ്തതോടെ സാദി വിവാഹമോചിതയാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ ചിത്രങ്ങൾ താൻ ആർക്കൊക്കെ ചെയ്തുവെന്ന് സാദിയുടെ പ്രതികരണം. പക്ഷേ 2023 മന്ത് ഓഫ് മധു എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ എത്തിയപ്പോൾ സാദി റെഡ്ഡിയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. താൻ സിനിമയുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് ഇവിടെ എത്തിയതെന്നും വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സാദി തിരിച്ചടിക്കുകയും ചെയ്തു. ഞാൻ ഇതിന് മറുപടി തരില്ല. ഞാൻ എൻ്റെ കരിയർ ആരംഭിച്ചത് 16-ാം വയസ്സിലാണ്. അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങായിരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എങ്ങനെ പെരുമാറണമെന്ന് പോലും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു നടി എന്ന നിലയിൽ എനിക്ക് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്.